Dear students, welcome to RANS Learning Portal. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അമൈൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഷുവർ ക്വസ്റ്റ്യൻ ആയ ബേസിക് നേച്ചർ പഠിപ്പിക്കാനാണ്. ഈ ഒരു ബേസിക് നേച്ചർ ഓർഡർ ആക്കുക എന്നത് അമൈൻസിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ബേസിക് നേച്ചർ ഓർഡർ ആക്കാൻ പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തത് അക്വസ് സൊല്യൂഷനിൽ ബേസിക് നേച്ചർ ഓർഡർ ആക്കാനാണ് മിക്കവാറും നിങ്ങളോട് ചോദിക്കുക. ചിലപ്പോൾ വെറുതെ ബേസിക് നേച്ചർ ഓർഡർ ആക്കാൻ പറയും. അപ്പോൾ മനസ്സിലാക്കണം അത് അക്വസ് സൊല്യൂഷൻ ആണ്. ഈ അക്വസ് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ 6, അത് CH3 ആണെങ്കിൽ, മീഥൈൽ ആണെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഓർഡറും, ഈ 6 ഉണ്ടല്ലോ അത് CH3 CH2, ഈഥൈലാണെങ്കിൽ വരുന്ന ഓർഡറും ഡിഫറെൻ്റ് ആണ്. മീഥൈലാണെങ്കിലും ഈഥൈലാണെങ്കിലും വരുന്ന ഓർഡർ വ്യത്യാസമുണ്ട്. അതിനൊരു ടെക്നിക്കൽ ലെവലിൽ പഠിച്ചോ. മീഥൈലാണെങ്കിലും ഈഥൈലാണെങ്കിലും ഏറ്റവും ബേസിക് നേച്ചർ കാണിക്കല് അവരുടെ സെക്കൻഡറി ഗ്രൂപ്പാണ്. ആരാണ്? സെക്കൻഡറി ഗ്രൂപ്പാണ്. ലീസ്റ്റ് ബേസിക് കാണിക്കുന്നത് അവരുടെ അമോണിയ എന്ന സാധനമാണ്. അമോണിയാണ് ഏറ്റവും ചെറിയ ആള്. അപ്പൊ പഠിച്ചോ, മീഥൈലാണെങ്കിലും ഈഥൈലാണെങ്കിലും ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സെക്കൻഡറി, ലാസ്റ്റ് പ്രൈസ് ഗോസ് ടു അമോണിയ. കിട്ടിയല്ലോ. ഇനി ആരൊക്കെയാ ബാക്കിയുള്ളത്? ഇനി പ്രൈമറിയും ടെർഷ്യറി അല്ലേ ബാക്കിയുള്ളത്. മനസ്സ് കയറ്റിക്കോ. മീഥൈൽ എന്ന് പറഞ്ഞാൽ ചെറിയ ആളാണ്. ചെറിയ ആളാണെങ്കിൽ ചെറുതിനാണ് 2ാം സ്ഥാനം. പ്രൈമറി ആണോ ടെർഷ്യറി ആണോ ചെറുത്? പ്രൈമറി അല്ലേ. സോ പ്രൈമറിക്ക് 2ാം സ്ഥാനം, എന്നിട്ട് ടെർഷ്യറി. പ്രശ്നം കഴിഞ്ഞു. എന്നാൽ R= ഈഥൈലാണെങ്കിൽ നേരെ തിരിച്ചിട്ടാൽ മതി. ടെർഷ്യറി കഴിഞ്ഞിട്ടാണ് പ്രൈമറി. ഇത് മനസ്സിലുണ്ടോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിച്ചോ, മീഥൈലാണെങ്കിലും ഈഥൈലാണെങ്കിലും 1ാം സ്ഥാനം ആർക്കാണ്, ലാസ്റ്റ് ആരാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ 2ഉം 3ഉം ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മീഥൈൽ ചെറിയ ഗ്രൂപ്പ് അല്ലേ, അതുകൊണ്ട് പ്രൈമറിക്ക് 2ാം സ്ഥാനം കൊടുത്ത് ടെറിഷ്യറിക്ക് 3ാം സ്ഥാനം കൊടുത്താൽ മതി. ഇതിനെ കൂടെ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ആരോമാറ്റിക് ആയ അനിലിൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അത് ഈ അമോണിയനേക്കാളും ലീസ്റ്റ് ബേസിക് ആണ്. ഇതാണ് അക്വസ് സൊല്യൂഷനിൽ ബേസിക് നേച്ചർ ഓർഡർ ആക്കാൻ പറഞ്ഞാൽ. എന്നാൽ നോൺ അക്വസ് സൊല്യൂഷൻ എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്താൽ, അല്ലെങ്കിൽ ഗ്യാസ് ഫേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് നേച്ചർ കാണാൻ ഒരൊറ്റ ഓർഡർ ഉള്ളൂ. ആ ഓർഡർ എന്താ അറിയോ? ഏറ്റവും ബേസിക് നേച്ചർ കൂടുതൽ ടെർഷ്യറിക്കാണ്, പിന്നെ സെക്കൻഡറിക്കാണ്, പിന്നെ പ്രൈമറിക്കാണ്, ലാസ്റ്റ് അമോണിയക്കാണ്. അതിന് പിന്നെ R= മീഥൈലാണോ R= ഈഥൈലാണോ അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല. അതെപ്പോഴാണ്? നോൺ അക്വസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ് ഫേസ് ആണെങ്കിൽ. പക്ഷെ പൊതുവെ എക്സാം ചോദിക്കല് അക്വസ് സൊല്യൂഷൻ ആണ്. നമുക്ക് നോക്കാം. Amines are basic in nature. Arrange the following compound in the increasing order of their basic nature. ഇവിടെ അക്വസ് ആണോ നോൺ അക്വസോ പറഞ്ഞില്ലല്ലോ. അത് മനസ്സിലാക്കിക്കോ, അത് അക്വസ് ആയിരിക്കും. നമുക്ക് നോക്കാം. അമോണിയ ഉണ്ട്. C6H5NH2 എന്ന് പറഞ്ഞ ആരാ? അത് അനിലിനാണ്. ദിസ് ഈസ് അനിലിൻ. അനിലിൻ. അടുത്ത് നോക്കിക്കോ. CH3NH2, ഒരു CH3 അല്ലേ ഉള്ളൂ. ഇത് പ്രൈമറി ആണ്. CH3 twice NH, 2 CH3 ഉണ്ടല്ലോ. ഇത് സെക്കൻഡറി ആണ്, ഇത് ടെർഷ്യറി ആണ്. ഇതിലെല്ലാം പറഞ്ഞ CH3 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആദ്യം ആര് എഴുതേണ്ടത്? സെക്കൻഡറി ആണ്. ആദ്യം എഴുതേണ്ട സാധ്യത CH3 twice NH. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് അതിന്റെ പ്രൈമറി ആണ്, CH3NH2. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് അതിന്റെ ടെർഷ്യറി ആണ്, CH3 thrice N. അത് കഴിഞ്ഞിട്ടാണ് അമോണിയ. ഏറ്റവും അവസാനമാണ് ആരോമാറ്റിക് അമീൻ. സോ അടുത്തത് അമോണിയ എഴുതുന്നു, ദെൻ C6H5NH2 എന്ന് എഴുതുന്നു. ഇതാണ് ഈ ഒരു സെഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അവരൊറ്റ ഓർഡർ മനസ്സിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതിൽ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് നേച്ചറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. അറേഞ്ച് ദ ഫോളോയിങ് അമീൻസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ ബേസിക് നേച്ചർ. ഇതാ C6H5NH2 ആരാള്? പോട്ടെ, അത് നമ്മുടെ അനിലിനാണ്.
C2H5NH2, this is primary. C2H5 twice NH, that is secondary. This is ammonia. പറ, മീഥൈലാണെങ്കിലും ഈഥൈലാണെങ്കിലും ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അതിന്റെ സെക്കൻഡറി ആണ്. അപ്പൊ ഇതാണ് ഒന്നാം സ്ഥാനം. പിന്നെ ആർക്കാണ്? അതിന്റെ ടെർഷറി ഉണ്ട്, പക്ഷെ ഇവിടെ എവിടെയും ടെർഷറി ഇല്ലല്ലോ. ഇതിനാണ് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം ആർക്കാ? അതിന് അമോണിയക്കാണ്. ഏറ്റവും ലാസ്റ്റ് ഇയാൾക്കാണ്. അപ്പൊ ബേസിക് നേച്ചറിന്റെ ഇൻക്രീസിങ് ഓർഡർ ഏതാൻ പറഞ്ഞാൽ ആദ്യം ചെറുത് ചെയ്താ പിന്നെ കൂട്ടി കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ ബേസിക് നേച്ചർ, ബാക്കിയുള്ള ക്വസ്റ്റൻ ഒന്നും ബേസിക് നേച്ചറിന്റെ ക്വസ്റ്റൻ അല്ല. ആ ബേസിക് നേച്ചർ ഓർഡർ ആക്കുന്നതിന് ഞാൻ ഈ പറഞ്ഞ ടെക്നിക് നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഏത് ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് റാൻസിന്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എക്സാം വരെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ക്ലാസ്സുകളും അതുപോലെ ഷോർട്ട് വീഡിയോസുമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. താങ്ക് യു ഓൾ.